ഹായ് എല്ലാവർക്കും ഇന്നത്തെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം കൂട്ടുകാരെ. ഞങ്ങളിതാ കർണാടകയിലേക്കുള്ള ഒരു യാത്രയിലാണ് കേട്ടോ. കോഴിക്കോട് KSRTC സ്റ്റാൻഡിലാണുള്ളത്. അപ്പം ബസ്സിന് ടിക്കറ്റൊക്കെ ബുക്ക് ചെയ്തിട്ട് അങ്ങനെ ഇരിക്കുകയാണ് കേട്ടോ. കുറച്ച് നേരത്തെ വന്നതാണ്, പക്ഷേ ബസ് രാത്രി 9:15 ഉള്ളതെന്ന് പറഞ്ഞ് രാത്രി 8 മണിയാകുമ്പോഴേക്ക് ബസ് സ്റ്റാൻഡിൽ വരും. പക്ഷേ പോകാൻ വേണ്ടിയിട്ട് കുറച്ച് നേരം എടുക്കുമെന്ന് പറഞ്ഞ് അങ്ങനെ മൈസൂരേക്കുള്ള ടിക്കറ്റാണ് കേട്ടോ എടുത്തത്. മൈസൂരിൽ നിന്ന് പിന്നെ മാറി കയറാമെന്ന് വിചാരിച്ചിട്ടാണ്. അങ്ങനെ കുടുംബക്കാരെല്ലാവരും ഉണ്ട് കേട്ടോ, കുറച്ച് ആൾക്കാരൊക്കെ ഉണ്ട്. അപ്പോൾ ഞങ്ങളെല്ലാവരും എത്തിയിട്ടുണ്ട്. എത്തിയപ്പോൾ പിന്നെ എല്ലാവരും അവിടെ ഇവിടെ ആയിട്ട് എല്ലാവരും ഇരിക്കുന്നുണ്ട് കേട്ടോ. ഒരു 10-12 ആൾക്കാരുണ്ട് കേട്ടോ, ഞങ്ങൾ കുട്ടികളടക്കം. അപ്പോൾ എല്ലാവരും പോകാനുള്ള നല്ല സന്തോഷത്തിലും ഹാപ്പിയിലൊക്കെ ആയിട്ട് വന്നതാട്ടോ. കുട്ടികളും മക്കളും എല്ലാവരും ഉണ്ട്. കർണാടകയിൽ ഞങ്ങൾ ആദ്യമായിട്ടാണ് പോണത്. ഇവരൊക്കെ അതിന് മുന്നേ അവിടെ കല്യാണത്തിനൊക്കെ പോയതാണ് കേട്ടോ. അപ്പോൾ ഞങ്ങൾ ആദ്യമായിട്ട് പോണ ആ ഒരു ഇതാണേ. പക്ഷേ അബിയും അമ്മയും മാത്രമേ ഇല്ലാത്തതുള്ളൂ. ഞാനും നന്ദമോളും അനീഷേട്ടനും മാത്രമായിട്ടോ പോണത്. പെട്ടെന്നുണ്ടായ ഒരു പോക്കാണ്. പോവില്ല എന്ന് വിചാരിച്ചതാണ്. പിന്നെ പോയില്ലെങ്കിൽ അത് ശരിയാവില്ലല്ലോ എന്ന് വിചാരിച്ചിട്ട് പോയതാണ് കേട്ടോ. അപ്പോൾ രാത്രിയിലൊരു കാഴ്ചയാണ് ഇട്ടത്. KSRTC സ്റ്റാൻഡിൻ്റെ അവിടെയുള്ള ഒരു കാഴ്ചയാണ്. രാത്രിയിലായാലും ഭയങ്കര തിരക്ക് തന്നെ കേട്ടോ. രാവും പകലൊന്നുമില്ലാതെ ബസ് സ്റ്റാൻഡിൽ നല്ല തിരക്കാണ്. പല സ്ഥലങ്ങളിലേക്കും പോകാനുള്ള ആൾക്കാരെ ആ ഒരു ഭയങ്കര തിരക്ക് തന്നെ പറയുക. അപ്പോൾ ഞങ്ങൾക്കുള്ള ബസ്സൊക്കെ വന്നു കേട്ടോ. അപ്പോൾ ഞാൻ ബസ്സിൽ ഓരോ നമ്പർ അനുസരിച്ച് ഞങ്ങൾ കയറിയിരുന്നു കേട്ടോ. അപ്പോൾ ഞാനും നന്ദമോളും ഒരു സ്ഥലത്താണ് സീറ്റ് കിട്ടിയത്. ഞങ്ങളത് 1-2 സീറ്റാണേ. അനീഷേട്ടന് 4-മത്തെ സീറ്റ് നമ്പറാണ് കിട്ടിയത്. അത് പക്ഷേ ഞങ്ങൾ നേരെ തന്നെ ഉണ്ട് കേട്ടോ. അതുകൊണ്ട് ഞങ്ങൾക്ക് സമാധാനമായി. അപ്പം ഞങ്ങൾക്ക് നല്ലൊരു സ്ഥലത്ത് തന്നെയാണ് കേട്ടോ സീറ്റൊക്കെ കിട്ടിയത്. അതുകൊണ്ട് വലിയ കുഴപ്പമില്ല. ബാക്കിയുള്ളവർക്ക് എല്ലാവർക്കും ബാക്കിലായിട്ട് സീറ്റ് ഉണ്ട് കേട്ടോ. അപ്പോൾ എല്ലാവരും ഒരേ ബസ്സിലുമായി. അപ്പോൾ ആ ഒരു സമാധാനമൊക്കെ ഉണ്ട് കേട്ടോ. മനുഷ്യൻ്റെ പോലെ എല്ലാവരും സീറ്റ് നമ്പറും തേടി പിടിച്ചൊക്കെ കൊടുക്കുന്നുണ്ട്. അപ്പോൾ ഉച്ചയ്ക്ക് ഇങ്ങനെ കുറച്ച് ചോറൊക്കെ കഴിച്ചിട്ട് പോന്നതാട്ടോ. പിന്നെ ഒന്നും തിന്നിട്ടൊന്നും ഇല്ലേനി കേട്ടോ. പിന്നെ ഞങ്ങൾ ഹോട്ടലിൽ നിന്ന് കുറച്ച് ചായയൊക്കെ കുടിച്ചു. പക്ഷേ അതൊക്കെ ഈ സമയമാകുമ്പോഴേക്കും തന്നെ കാലിയായി തുടങ്ങി. അപ്പോൾ അതാ ഞങ്ങൾ മൈസൂരിൽ നിന്ന് ബസ് കയറിയിട്ട് മൈസൂർ എത്തിയതിന് ശേഷം മൈസൂരിൽ നിന്ന് കുശാൽനഗറിൽ നിന്ന് ബസ് കയറി. കുശാൽനഗറിലേക്ക് ബസ് കയറി. അവിടെ നിന്ന് ഞങ്ങളവിടെ ഓരോ നാട്ടിലിറങ്ങി കേട്ടോ. സ്ഥലത്തിൻ്റെ പേരൊന്നും എനിക്ക് വലിയ ഐഡിയ ഇല്ല. അവിടെ ഇറങ്ങിയിട്ട് ഞങ്ങളെ കൂട്ടി കൊണ്ടുപോകാൻ വരും എന്ന് പറഞ്ഞുകൊണ്ട് ഞങ്ങൾ ഓരോ വെയിറ്റ് ചെയ്ത് ഇങ്ങനെ നിൽക്കട്ടെ. ഇപ്പോൾ സമയം ഒരു 6 മണിയായിട്ടേ ഉള്ളൂ കേട്ടോ. ഞങ്ങളിവിടെ ബസ് ഇറങ്ങിയിട്ട് മൈസൂർ എത്തുമ്പം പുലർച്ചെയായിന്. പിന്നെ മൈസൂരിൽ നിന്ന് നേരെ കുശാൽനഗർ ഇങ്ങോട്ടേക്ക് ബസ് കയറി. അവിടെ നിന്ന് ഓര് ഞങ്ങളെ കൂട്ടി കൊണ്ടുവരാൻ വേണ്ടിയിട്ട് ഓട്ടോ ആയിട്ട് വരാമെന്ന് പറഞ്ഞു. അപ്പോൾ ഞങ്ങൾ കുറേ ആൾക്കാരുണ്ട്. മക്കളെല്ലാവരും ഉറക്കക്ഷീണത്തിലാട്ടോ. ഞങ്ങളെല്ലാവരും അങ്ങനെ തന്നെ. അപ്പോൾ ഓട്ടോ കാത്തങ്ങനെ നിൽക്കണം. നന്ദുമോളൊക്കെ ഇവിടെ നല്ല തണുപ്പിട്ട് എത്തിയപ്പോൾ നന്ദുമോൾക്കൊക്കെ ഇവിടെ എത്തിയപ്പോൾ ഭയങ്കര സന്തോഷം. നല്ല തണുപ്പുണ്ട് കേട്ടോ. നല്ല മഞ്ഞൊക്കെ കണ്ടില്ലേ. അപ്പോൾ നമ്മളെ നാട്ടിൽ നിന്ന് ഇങ്ങോട്ട് പോകുന്നേരെ തണുപ്പ് എന്താണെന്നുള്ളതൊന്നും അറിഞ്ഞിട്ടോ. ഭയങ്കര ചൂടല്ലേ നമ്മളെ നാട്ടിലൊക്കെ അല്ലേ. അപ്പോൾ ഞങ്ങളെ വരവിനായിട്ട് വെയിറ്റിങ്ങിലാണ് കേട്ടോ അവിടെ. അപ്പോൾ എല്ലാവരും സ്ഥലങ്ങളൊക്കെ നടന്നങ്ങനെ കാണുന്നുണ്ട്. പിന്നെ അമ്മായിമാരും എല്ലാവരും ഉണ്ട്. അപ്പോൾ എല്ലാവരും കുടുംബത്തോടൊപ്പം പോകുമ്പോൾ ഭയങ്കര ഒരു ഹാപ്പിയാണല്ലോ അല്ലേ. ഇതൊക്കെ അമ്മൂമ്മേൻ്റെ കുടുംബാട്ടോ. എൻ്റെ അമ്മൂമ്മേൻ്റെ വീട്ടിലുള്ളവരാണ്. അപ്പോൾ ഞങ്ങൾ ഓരെ കൂടിയാണ് പോയത്. അമ്മൂമ്മേൻ്റെ ആങ്ങളേൻ്റെ മോൻ്റെ കല്യാണമാണ് കേട്ടോ. ആങ്ങളേൻ്റെ മോൻ്റെ കുട്ടീൻ്റെ. അപ്പം അടുത്ത ബന്ധം തന്നെയാണ് കേട്ടോ ഉള്ളത്. ഭയങ്കരമായിട്ട് എന്താ പറയുക, ഭയങ്കര ബന്ധം തന്നെയാണ്. ചേച്ചി വിളിയും കാര്യങ്ങളൊക്കെ ആയിട്ട് എന്നും ബന്ധം നിലനിർത്തി കൊണ്ടുപോകുന്നതാട്ടോ ഞങ്ങൾ തമ്മിൽ. അതുകൊണ്ട് തന്നെ ഞങ്ങൾക്ക് ഈ കല്യാണത്തിന് പോവാതിരിക്കാൻ പറ്റാത്തതുകൊണ്ട് പോയി. അപ്പോൾ അത് ഓട്ടോ ഒക്കെ ആയിട്ട് ഒരു വന്നിട്ടോ. അപ്പോൾ 2 ഓട്ടോയിൽ കൊള്ളൂല എന്ന് പറഞ്ഞപ്പോൾ പിന്നെ അടുത്ത ട്രിപ്പ് വരാമെന്ന് പറഞ്ഞതാണ്. അപ്പോൾ ഇവിടുന്ന് ഓവർ ദൂരമൊന്നുമില്ല, കുറച്ച് ദൂരമേ ഉള്ളൂ. അപ്പോൾ നന്ദമോളും കയറി, ഞാനും എല്ലാവരും ഉണ്ട്. നന്ദമോളിൻ്റെ മടിയിൽ ഇരിക്കുന്നുണ്ട് കേട്ടോ. കാരണം ഞങ്ങൾ അങ്ങനെ അഡ്ജസ്റ്റ് ചെയ്ത് പോവുകയാണ്. അല്ലാതെ വേറെ ഓട്ടോയ്ക്ക് കാത്തിരുന്ന സമയം പോകും കേട്ടോ. അങ്ങനെ ഞങ്ങൾ കല്യാണ വീട്ടിൽ എത്തിയിട്ടോ. കല്യാണ വീട് കണ്ടപ്പം ഭയങ്കര എന്താ പറയുക, ഭയങ്കര രസം കേട്ടോ. അവരവിടേക്ക് ഇങ്ങനെയാണ് കേട്ടോ അണിയിക്കലൊക്കെ. പന്തലൊന്നും ഇട്ടിട്ടില്ല. ഇങ്ങനെ മുറ്റത്ത് ഇങ്ങനെ ഒരു പന്തൽ ഓലേനെ കൊണ്ട് പന്തലിടും കേട്ടോ. അപ്പോൾ അവിടെ ഓഡിറ്റോറിയത്തിൽ വെച്ചിട്ടാണ് കല്യാണമൊക്കെ ഉള്ളത്. അപ്പോൾ അതിൻ്റെ ചുറ്റുപാട് കാര്യങ്ങളൊക്കെ ഞാൻ ഒന്ന് വീഡിയോ എടുത്തതാട്ടോ. അപ്പോൾ ഇതാണ് കല്യാണ വീട്. ഈ നീല പെയിൻ്റ് അടിച്ചതാട്ടോ കല്യാണ വീട്. അപ്പോൾ അവിടെ കല്യാണ ചെക്കൻ്റെ വണ്ടിയാണ് കേട്ടോ മുന്നിൽ നിർത്തിയിട്ടത്. അങ്ങനെ ഞങ്ങൾ അവിടെയുള്ള മൂത്ത മോളെ വീട്ടിലേക്ക്, മൂത്ത മോളയല്ല കേട്ടോ, 2-മത്തെ മോളെ വീടും അവിടെ അടുത്ത് തന്നെയാണ്. അങ്ങോട്ടേക്ക് കുളിക്കാനൊക്കെ വേണ്ടിയിട്ട് പോവുകയാണേ. അപ്പോൾ അവിടെ എല്ലാ വീട്ടിൻ്റെ മുറ്റത്തുള്ള ഒരു പ്രത്യേകതയായിട്ടത് പശുക്കളുണ്ട് കേട്ടോ. ഒരുപാട് പശുക്കളുണ്ട് എല്ലാ വീടിൻ്റെ മുറ്റത്തും. പശു ആയാലും നായ്ക്കളായാലും ഇഷ്ടം പോലെ ഉണ്ട് കേട്ടോ. സത്യം പറയാച്ചാൽ ഇവിടെ വന്നേരെയാണ് ഇങ്ങനെ നായ്ക്കളുണ്ട് എന്നുള്ളത് തന്നെ കാണുന്നത്. ഒരു വീട്ടിൽ തന്നെ ഉണ്ട് കേട്ടോ 2-3 നായ്ക്കളും. ചെമ്മരിയാട്, ജെമ്നിയാപ്പേരി ആടൊക്കെ ഉണ്ടല്ലോ, അതൊക്കെ ഉണ്ട് കേട്ടോ. അപ്പോൾ കാണാൻ തന്നെ ഭയങ്കര രസമുള്ളൊരു സ്ഥലം. ഞാൻ ആദ്യമായിട്ട് ഇങ്ങനെ കാണുന്നതുകൊണ്ടായിരിക്കും എനിക്ക് ഈ കാഴ്ച ഭയങ്കര ഇഷ്ടമായിട്ട്. അപ്പോൾ നിങ്ങൾക്ക് എല്ലാവർക്കും കാണിച്ചു തരാമെന്ന് വിചാരിച്ചിട്ട് നമ്മൾ വീഡിയോ എടുത്തതാണ്. അപ്പോൾ എല്ലാവരും അവിടേക്ക് കുളിക്കാൻ വേണ്ടിയിട്ട് പോവാണ്. മക്കളും എല്ലാവരും ഉണ്ട്. ഞങ്ങളെന്തായാലും ഇനി ഇവിടെ നിന്ന് കുളിയൊക്കെ കഴിഞ്ഞിട്ട് അങ്ങോട്ട് പോയിട്ട് ചായ കുടിക്കാമെന്ന് വിചാരിക്കുകയാണ് കേട്ടോ. അപ്പോൾ അതെല്ലാവരും ഹാപ്പി ആയിട്ട് നടന്ന് വരുന്നുണ്ട്. എല്ലാവർക്കും ഉറക്കക്ഷീണം നല്ലോണം ഉണ്ട് കേട്ടോ.
പക്ഷേ ഇവിടെ എത്തിയപ്പോൾ ആർക്കും ഉറങ്ങണം എന്നുള്ളതൊന്നുമില്ല. സ്ഥലം കാണാൻ നടക്കുകയാണ് കേട്ടോ എല്ലാവരും. കുട്ടികളൊക്കെ പിന്നെ കുഞ്ഞു കുട്ടികളാവുന്ന സമയത്ത് വന്നതാണ്, ഓരൊക്കെ പിന്നെ അതിന് മുന്നേയും വന്നതാന്ന് പറഞ്ഞില്ലേ. അപ്പം ഞങ്ങൾ അവിടെ പോയിട്ട് ഇതാ കുളിയും എല്ലാം കഴിഞ്ഞ് ഫ്രഷായി വൃത്തിയായി വന്നതാണ് കേട്ടോ. അപ്പോൾ ചായയൊക്കെ ഉണ്ട് ഇവിടെ, ചായയൊക്കെ കുടിക്കണമല്ലോ ഇനിയില്ലേ. അപ്പോൾ ഞങ്ങൾ എല്ലാവരും ചായയൊക്കെ കുടിച്ച് അനീഷേട്ട അവിടെ ഇരിക്കുന്നുണ്ട്, എല്ലാവരും ഇരിക്കുന്നുണ്ട് കേട്ടോ. മക്കളൊക്കെ ബിസ്ക്കറ്റ് തിന്നലും അങ്ങനെ ഇങ്ങനെയൊക്കെ ആയിട്ട് അങ്ങനെ നടക്കുന്നുണ്ട്. അപ്പോൾ ഇനി പുറത്തേക്ക് തന്നെ ഒന്ന് പോകണം, അങ്ങോട്ടേക്ക് പോകാമെന്ന് വിചാരിച്ചിട്ട് ബാഗൊക്കെ എടുത്തിട്ട് പോവുകയാണ് കേട്ടോ. അപ്പോൾ ഇവിടെ ഉപ്പുമാവും സംഭവം എന്താ വെച്ചാൽ ഉപ്പുമാവ്, ഇഡ്ഡലി, കടലക്കറി, ദോശ എല്ലാം ഉണ്ട് കേട്ടോ. ഏത് വേണേലും തിന്നാന്നുള്ള രീതിക്കാണ്. അപ്പം ഇഡ്ഡലിയും കടലക്കറിയൊക്കെ എല്ലാവരും തിന്നിന്. പിന്നെ കുറച്ച് ഉപ്പുമാവ് ഉണ്ടാക്കിന്, മക്കൾക്ക് ഉപ്പുമാവ് വേണമെങ്കിൽ ഉപ്പുമാവ് കൊടുക്കാമെന്നൊക്കെ പറഞ്ഞിട്ട്. അങ്ങനെ എല്ലാവരും ചായയുടെയൊക്കെ കഴിഞ്ഞാൽ പാത്രമൊക്കെ കഴുകുന്നുണ്ട്. ഞാനും എൻ്റെ പാത്രങ്ങളും എല്ലാം കഴുകി വെച്ചിട്ട് എല്ലാവരും പാത്രങ്ങൾ കൊണ്ടുവന്ന് അങ്ങനെ കഴുകുകയാണ്. അപ്പോൾ ഞങ്ങളാണ് എല്ലാവരും ഒരുമിച്ച് വന്നത് കേട്ടോ. അപ്പോൾ എല്ലാവരും ഭയങ്കര സന്തോഷം കേട്ടോ. ഇങ്ങനെ എല്ലാവരും ഒപ്പരം കാണുമ്പം അത് ഭയങ്കര രസമാണ്. അപ്പോൾ അത് ചേച്ചി അനിയത്തിയാണ് കേട്ടോ. അപ്പോൾ ഞാനൊക്കെ ചെറുപ്പം മുതലേ നല്ല ഹാപ്പി ആയിട്ട് എന്താ പറയുക, എവിടെ കണ്ടാലും ഭയങ്കര സന്തോഷത്തിലാട്ടോ ഉണ്ടാവുക. അപ്പം അവിടെ ഉള്ള ആൾക്കാരൊക്കെ ഞാൻ കാണിച്ചു തരാം, ഓരെല്ലാവരും ഓരോ തിരക്കിലായതുകൊണ്ടാണ്. ഇതാണ് കേട്ടോ അപ്പോൾ വീട്. അപ്പോൾ എല്ലാവർക്കും ചായ കുടിക്കാൻ വേണ്ടിയിട്ടൊക്കെ മേശമേൽ ഇങ്ങനെ കൊണ്ടുപോയി വെച്ചിന് ഓരോരുത്തരായിട്ട് ഇങ്ങനെ കുടിക്കുന്നുണ്ട് കേട്ടോ. അപ്പോൾ ഇനി കല്യാണത്തിന് വാങ്ങിയ പാത്രങ്ങളാണ് കേട്ടത്. പാത്രങ്ങൾ വെച്ചാൽ നമുക്ക് ഓഡിറ്റോറിയത്തിലേക്ക് കൊണ്ടുപോകാനുള്ളതാണ്. നമ്മളെ നാട്ടിലെ കഴുങ്ങിൻ്റെ പാളല്ലേ, ആ പാള കൊണ്ട് ഉണ്ടാക്കിയ പ്ലേറ്റാണ് കേട്ടോ ഇവിടെ. അതാണ് മറ്റേ പ്ലാസ്റ്റിക്കിൻ്റെ പാത്രമല്ല, പാളയാണ് കേട്ടത്. അപ്പോൾ അതൊക്കെ കണ്ടപ്പോൾ ഭയങ്കര രസം കേട്ടോ. നമ്മളിതൊക്കെ വീഡിയോയിലേ കണ്ടിട്ടുള്ളൂ, നേരിട്ട് കാണുന്നത് ഇപ്പോഴാണ് കേട്ടോ. അപ്പോൾ അതൊക്കെ ഇനി ഓഡിറ്റോറിയത്തിലേക്ക് കൊണ്ടുപോകാൻ വേണ്ടിയിട്ട് ഇവരെ വണ്ടിയിൽ തന്നെ കയറ്റി കൊണ്ടുപോകാനുള്ള തയ്യാറെടുപ്പൊക്കെയാണ്. അപ്പോൾ ഇതാ ഇവിടെയുള്ള മരുമോനുമാണ്, മോലെ ഭാര്യയാണ് കേട്ടോ അത് അടിച്ചു തരുന്നത്. ഇവിടുത്തെ മോളാണ് സുധ. അപ്പോൾ അതെല്ലാവരും ഇവിടെ സിറ്റ് ഔട്ടിൽ ഇരിക്കുന്നുണ്ട് കേട്ടോ. അപ്പോൾ ഞാൻ എല്ലാവരും ഒന്ന് വീഡിയോ എടുക്കാം, നമ്മളെ നാണൊക്കെ ഒന്ന് അങ്ങോട്ട് മാറ്റി വെച്ചിട്ടാട്ടോ ഈ വീഡിയോ എടുക്കലൊക്കെ. അപ്പോൾ ആ തോരണം കിട്ടിയതൊക്കെ നല്ല രസമുണ്ടല്ലോ അല്ലേ കാണാനായിട്ട്. അപ്പോൾ അതെട്ടോ അവിടുത്തെ ഒരു വീട്ടിൽ നിന്ന് നമ്മളെ പശുക്കളൊക്കെ കൊണ്ടുപോകണുണ്ടല്ലേ, മേയാൻ വേണ്ടി വിടാൻ വേണ്ടി കൊണ്ടുപോകട്ടെ. ഒരൊറ്റ ഒന്നിൻ്റെ മേലും കയറില്ല കേട്ടോ. അപ്പോൾ എല്ലാവരും ഇങ്ങനെ കൊണ്ടുപോവുകയാണ് മേയാനായിട്ട്. അപ്പോൾ എല്ലാവരും ഇങ്ങനെ നല്ല ഒതുക്കത്തോടു കൂടി നടക്കുന്നുണ്ട്. അതിൻ്റെ ഇടയിൽ നടക്കാത്തവർക്ക് നല്ല അടിയും കിട്ടുന്നുണ്ട് കേട്ടോ. പാവം തോന്നുന്നു കേട്ടോ കണ്ടിട്ട്. അപ്പം അടി കൊടുത്തത് കണ്ടപ്പോൾ എനിക്ക് മനസ്സിന് വല്ലാത്തൊരു വേദന വന്നിട്ടോ. അപ്പോൾ ഞാൻ പിന്നെ അതൊക്കെ കണ്ട് വിട്ട്. അപ്പോൾ ഇതാ ഇവിടുത്തെ നായ്ക്കളാണ് കേട്ടോ, അത് റോഡ് വീലറാണെന്ന് തോന്നുന്നുണ്ട്, 2 എണ്ണം ഉണ്ട് കേട്ടോ. ഞങ്ങളെ കണ്ടിട്ടുള്ള ഭയങ്കര കുരയാണ്. പക്ഷേ കുറച്ച് കഴിഞ്ഞപ്പോൾ ഞങ്ങളെ മനസ്സിലായ പോലെ എന്താവോ കുറേയൊക്കെ നിർത്തിയെന്ന് കേട്ടോ. അപ്പോൾ ഇവരിതാ എല്ലാ സാധനങ്ങളും ഓഡിറ്റോറിയത്തിലേക്ക് കൊണ്ടുപോവുകയാണ്. അപ്പോൾ എല്ലാവരും അത് എടുത്ത് വെച്ച് കൊടുക്കുകയാണ് കേട്ടോ. അപ്പം അരി സാധനങ്ങൾ എന്തൊക്കെയാണ് ഉള്ളത് വെച്ചാൽ അത് മൊത്തം കൊണ്ടുപോകണ്ട. എല്ലാം ഈ റൂമിൽ അട്ടിക്ക് ഉണ്ടാക്കിയതാട്ടോ, അല്ല അട്ടിക്ക് വെച്ചതാട്ടോ. അപ്പോൾ ഇത് കല്യാണ തലേന്നായില്ലേ, ശനിയാഴ്ചത്തെ വീഡിയോ ആണേ. അപ്പോൾ ഇത് അങ്ങോട്ട് കൊണ്ടുവച്ച ഓഡിറ്റോറിയം കുറേ ദൂരെയൊന്നുമില്ല, അടുത്ത് തന്നെയാണ് കേട്ടോ ഓഡിറ്റോറിയം. ഒരു 2-3 വീട് അപ്പുറമാണ് ഓഡിറ്റോറിയം ഉള്ളത്. മെയിൻ റോഡിൻ്റെ അടുത്ത് തന്നെയാണ് കേട്ടോ ഓഡിറ്റോറിയം ഉള്ളത്. അപ്പോൾ ഇവിടുന്ന് റോഡൊക്കെ അടുത്ത് തന്നെയാണ്, ബസ്സിനൊന്നും ഒരു ബുദ്ധിമുട്ടും കാര്യങ്ങളൊന്നുമില്ല. ഭാഷ അറിയാത്ത ആ ഒരു ഒറ്റ പ്രശ്നമേ ഉള്ളൂ കേട്ടോ. അപ്പോൾ കല്യാണ ചെക്കനാണ് കേട്ടോ അത്, നീല ബനിയിട്ടത് അവൻ്റെ മൂത്ത ചേച്ചിയാണ് കേട്ടോ അത്, സുമ എന്ന് പറയും. ആ ചേച്ചിയും ഞാനും ഒക്കെ ഭയങ്കര സ്നേഹത്തിലാട്ടോ ഉള്ളത് പറയാലോ എല്ലാവരുമായിട്ട്. അപ്പോൾ ഇവിടെ കൂടെ വന്ന അമ്മായി തേങ്ങയൊക്കെ ചിരവാട്ടോ. ഞങ്ങൾ പച്ചക്കറിയൊക്കെ മുറിച്ച് വെച്ചിട്ട് ഞങ്ങൾ സാമ്പാർ ഉണ്ടാക്കാൻ വേണ്ടി പോവാട്ടോ. അപ്പോൾ ഈ റൂമൊക്കെ ഞങ്ങൾ കൊണ്ടുപോയി കഴിഞ്ഞാൽ വൃത്തിയാക്കി തന്നിട്ടോ. ചേച്ചി എല്ലാം സെറ്റാക്കി തന്നു. ഇവിടെയാണ് സാധനങ്ങളൊക്കെ ഉണ്ടായത് കേട്ടോ. അപ്പോൾ ഈ വീട്ടിൽ അടുപ്പൊന്നുമില്ല കേട്ടോ, വെറും ഗ്യാസ് മാത്രമേ ഉള്ളൂ. അപ്പം ഇവിടെ വലിയൊരു ഗ്യാസ് അടുപ്പുണ്ട്. അപ്പോൾ ഈ റൂമിൽ വെച്ചിട്ട് നമുക്ക് ഭക്ഷണം ഉണ്ടാക്കാമെന്ന് പറഞ്ഞിട്ടോ. അത്ര വലിയ സൗകര്യങ്ങളൊന്നും പുറമേക്ക് ബാക്കി സ്ഥലം അങ്ങനെയൊന്നും ഇല്ല കേട്ടോ. അപ്പം ഈ റൂമിൽ വെച്ചിട്ടാണ് ഇങ്ങനെ ഫുഡ് ഉണ്ടാക്കലെന്ന് പറഞ്ഞ് എല്ലാവരും വന്നാലൊക്കെ അതിന് വേണ്ടിയിട്ടുള്ളതാണെന്ന് അവർ പറയുന്നത്. അപ്പോൾ അവിടെ വെച്ചിട്ട് ഫുഡ് ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് പോവുകയാണ്. അപ്പോൾ ചോറിനൊക്കെ വെള്ളം വെച്ചിന്, സാമ്പാർ കഷ്ണമൊക്കെ മുറിച്ച് വെച്ച് ഞങ്ങൾ അമ്മായി തേങ്ങയും കൂടി ചിരവി കഴിഞ്ഞാൽ അത് വറുത്തരച്ചിട്ട് നമുക്ക് വേഗം സാമ്പാർ ഉണ്ടാക്കാൻ വിചാരിച്ച്. കുട്ടികളൊക്കെ മൈലാഞ്ചി ഇടുന്ന തിരക്കിലാട്ടോ. അപ്പോൾ ഓരോരുത്തരായിട്ട് മൈലാഞ്ചി ഇടുന്നുണ്ട്. അപ്പോൾ നന്ദമോളൊക്കെ വെയിറ്റിങ്ങിലാണ് കേട്ടോ മൈലാഞ്ചി ഇടാനായിട്ട്. അപ്പം കുട്ടികൾക്ക് ഇവിടെ വന്നപ്പോൾ ഭയങ്കര സന്തോഷം കേട്ടോ. അപ്പോൾ ഇത് കല്യാണപ്പെണ്ണിൻ്റെ ഓരോ ഡ്രസ്സുകൾ കാര്യങ്ങളൊക്കെ എടുത്ത് അങ്ങനെ നോക്കുകയാണ് കേട്ടോ ഇവർ. അപ്പോൾ ഇത് ഇവിടുത്തെ ചെറിയ മോളാണ് കേട്ടോ, സുധാണ്. അപ്പോൾ ഓൾ ഇങ്ങോട്ട് വരുന്നുണ്ട്. ഇവർ അച്ഛനാണ് കേട്ടത്. ഇതാ ഈ ആളാണ് നമ്മളെ മെയിനായിട്ടുള്ള ആൾ കേട്ടോ, മരിച്ചുപോയി ആൾ, ഒരച്ഛനാണേ. അപ്പോൾ നല്ലൊരു കൃഷ്ണ വിഗ്രഹവും കാര്യങ്ങളും ഒക്കെ ഉണ്ട് കേട്ടോ. കണ്ടപ്പം ഭയങ്കര രസം. അപ്പം ഇതാണ് അച്ഛൻ എന്ന് പറഞ്ഞല്ലോ, കുറേ വർഷങ്ങൾക്ക് ശേഷം ആണിപ്പോൾ മോൻ്റെ കല്യാണം. മരിച്ചിട്ട് ഒരു 3-4 വർഷം ആണെന്നാണ് തോന്നുന്നത്. അപ്പോൾ അതൊക്കെ കഴിഞ്ഞേരെയാണ് ഇപ്പോൾ മോൻ്റെ കല്യാണം ഉള്ളത്. കല്യാണം കാണാനുള്ള ഭാഗ്യം അച്ഛനില്ല എന്ന് തന്നെ പറയാമല്ലേ. അപ്പോൾ അതാണ് ചേച്ചി എന്ന് പറഞ്ഞല്ലോ. അപ്പം എല്ലാവരും ഓരോ കുട്ടികളും മക്കളായിട്ട് അവിടെ ഇവിടെയൊക്കെ കിടന്ന് ഉറങ്ങൽ തുടങ്ങിയിട്ടോ. കുട്ടികൾക്ക് തീരെ പറ്റാണ്ടേന്, ക്ഷീണം വന്നിട്ടേ.
അപ്പം മക്കളൊക്കെ ഓരോ ഭാഗത്ത് സൈഡായി, ഞങ്ങളൊക്കെ ഇങ്ങനെ ഓരോ കുഞ്ഞു കുഞ്ഞു പണിയിലാണ്. അപ്പോൾ ഇവിടുത്തെ പപ്പടം കാച്ചൽ ഒക്കെ വന്ന് നോക്കുകയാണ് കേട്ടോ. അപ്പോൾ ഒരു പ്രത്യേക സൈസ് പപ്പടമാണ്, ഇടുമ്പം ചെറിയൊരു പപ്പടം കേട്ടോ, പക്ഷെ അത് എണ്ണയിൽ കുളിച്ച് കഴിഞ്ഞാൽ പിന്നെ വലിയ പപ്പടമായിട്ട് വരും. അപ്പോൾ ഓള് പപ്പടം കാച്ചുകൊണ്ടിരിക്കുക കേട്ടോ. ഇവിടുത്തെ ചെറിയ മോളാണ് സുധ. അപ്പോൾ ഓളൊക്കെ കുഞ്ഞു സമയത്ത് അവിടെ ഞങ്ങളെ നാട്ടിൽ ഇവിടെ നമ്മളെ കോഴിക്കോടേക്ക് വന്നു കഴിഞ്ഞാൽ പിന്നെ ഞങ്ങൾ ഭയങ്കര കട്ട കമ്പനിയായിട്ട് എല്ലാവരും. നല്ല രസമാണ്. എല്ലാ വീടുകളിലും ഞങ്ങൾ 4-5 ദിവസം ഇവർ വന്നാൽ മാറി മാറി നിൽക്കും കേട്ടോ. അങ്ങനെയൊക്കെ ഒരു സമയം ഉണ്ടായിട്ടോ. അപ്പോൾ എല്ലാവരും വലുതായി, എല്ലാവരും കല്യാണം കഴിഞ്ഞ് എല്ലാവർക്കും കുട്ടികളും മക്കളൊക്കെ ആയി, എല്ലാവരും ഓരോരോ സൈഡിലേക്ക് ആയപ്പോൾ പിന്നെ അതെല്ലാം കഴിഞ്ഞിട്ടോ. ഇവരൊക്കെ നല്ല മലയാളം പറയും കേട്ടോ, കാരണം അച്ഛൻ മലയാളിയാണല്ലോ. അപ്പോൾ ഇവരൊക്കെ നല്ല മലയാളം പറയും, അതുകൊണ്ട് ഭയങ്കര സമാധാനമായിട്ടോ. ഇവർക്ക് കുറച്ച് എഴുതാനും വായിക്കാനൊക്കെ അറിയാട്ടോ മലയാളം. അച്ഛൻ അതൊക്കെ മക്കളെ പഠിപ്പിച്ചുകൊണ്ട് ഞങ്ങൾക്കും നല്ല സമാധാനമായി. അപ്പം ഇവരെ ആങ്ങളെ കല്യാണം കഴിക്കുന്നതും ഒരു മലയാളി കുടുംബം തന്നെയാണ് കേട്ടോ. ഇവിടെ വന്ന് സെറ്റിൽഡ് ആയതാണെന്ന് തോന്നുന്നുണ്ട്. ആ കുട്ടിക്കും നല്ലോണം മലയാളം അറിയാമെന്ന് പറഞ്ഞ്. അങ്ങനെ ഞങ്ങളിങ്ങനെ ഓരോ വർത്തമാനവും കാര്യങ്ങളൊക്കെ പറഞ്ഞിട്ട്, പക്ഷേ ഇവരെ മലയാളത്തിന് ലേശൊരു ഇതാണ്, നമുക്ക് മനസ്സിലാക്കിയെടുക്കാൻ ഒത്തിരി ബുദ്ധിമുട്ടാണ്, എന്നാലും മനസ്സിലാവും. കാരണം അവർ ഫോണിലൊക്കെ നമ്മളായിട്ട് സംസാരിക്കുമ്പോൾ നമുക്ക് വേഗം മനസ്സിലാവും. നമ്മൾ പറയുന്നത് അവർക്ക് നല്ലോണം മനസ്സിലാവും കേട്ടോ. അതാണ് ഏറ്റവും വലിയ പ്രത്യേകത. നമ്മൾ എന്ത് പറഞ്ഞാലും അവർക്ക് വേഗം മനസ്സിലാകും. അപ്പോൾ അതൊക്കെ ഭയങ്കര ഒരു ഭാഗ്യം കേട്ടോ. പിന്നെ അടുക്കളയിൽ എല്ലാവരും കൂടിയുള്ള ഭയങ്കര രസമായ മുഹൂർത്തങ്ങളാണ് കേട്ടോ അതൊക്കെ. ഫോണിൽ കാണിച്ചു കൊടുക്കലും വീഡിയോ കാണിച്ചു കൊടുക്കലൊക്കെയാണ്. അപ്പോൾ വീഡിയോ എടുക്കുന്നതിനൊക്കെ അവർക്ക് ഭയങ്കര ഇഷ്ടമായിട്ടോ. ആർക്കും ഒരു ബുദ്ധിമുട്ടും കുഴപ്പം കാര്യങ്ങളൊന്നുമില്ല. അപ്പോൾ ഇതാ ഞങ്ങളെല്ലാവരും തേങ്ങ വറക്കണ തിരക്കിലാണ്. കുറച്ച് ഈ വറുത്തോ, കുറച്ച് എന്നിട്ട് എൻ്റെ കൈ കഴിയുമ്പോൾ ഞാൻ വറുത്തോളാം, അങ്ങനെയൊക്കെയുള്ള ഓരോരോ ഡിസ്കഷനായിട്ടോ ഇവിടെ നടന്നുകൊണ്ടിരിക്കുന്നത്. അപ്പോൾ ഓൾ പറഞ്ഞു കുഴപ്പമൊന്നുമില്ല, ഈ വീഡിയോ എടുത്തോ, ഞാൻ വറുത്തോളാം എന്നൊക്കെ പറയാം കേട്ടോ. അപ്പോൾ ആവാടെ ഭയങ്കര സ്നേഹമാണ് ഓളും. അപ്പോൾ ഞങ്ങളെല്ലാവരുമാണ് വന്നത്. അപ്പോൾ ഓളും കുളിയൊക്കെ കഴിഞ്ഞ് വന്ന് വേഗം ചായ കൂടിയൊക്കെ കഴിഞ്ഞപ്പോൾ തേങ്ങ വറക്കാൻ നിന്ന് ഓരോരുത്തരായിട്ട് ഓരോ പണിയിലുണ്ട് കേട്ടോ. ഒരാൾ പാത്രം കഴുകുമ്പോൾ ഒരാൾ ഈ പണി എടുക്കുക, അങ്ങനെയൊക്കെ ആയിട്ട്. ഫൻഷേറിനൊക്കെ ഓഡിറ്റോറിയത്തിലൊക്കെ പോയി വന്നും തോന്നുന്നുണ്ട്. അപ്പോൾ ആ ക്ഷീണത്തിൽ വെള്ളം കുടിക്കുക കേട്ടോ. സാധനമൊക്കെ ഓഡിറ്റോറിയത്തിൽ ഇറക്കി വന്നപ്പോഴേ ഭയങ്കര ക്ഷീണം എല്ലാവർക്കും. അപ്പോൾ അതാ കുട്ടികൾ ഇവിടെ ഇതുവരെ മൈലാഞ്ചിട്ട് കഴിഞ്ഞിട്ടൊന്നുമില്ല കേട്ടോ. ഓരോരുത്തരായിട്ട് കൈ ഒഴിഞ്ഞിട്ട് കൊടുക്കുന്നുണ്ട്. അപ്പോൾ ഇവിടുത്തെ വെളിച്ചത്തിൻ്റെ ആ ഒരു ഇതാണ് കേട്ടോ നമ്മളെ വീഡിയോയ്ക്കുള്ള ഒരു ലൈറ്റിൻ്റെ ആ ഒരു ഇത് അടിക്കണതേ. അങ്ങനെ ഓരൊക്കെ വീട്ടിൻ്റെ ഉള്ളിലേക്ക് കയറി പോയപ്പോൾ അടുക്കളയിൽ എല്ലാവരും നല്ല പണിയില്ല. അപ്പോൾ അനുശേട്ടൻ എന്നെ തിരഞ്ഞു വരികയെന്ന് തോന്നുന്നുണ്ട്, പക്ഷേ ഞാൻ പുറത്തുള്ള അനുശേട്ടൻ കണ്ടില്ല. അപ്പോൾ നന്ദുമോൾ ഇതാ മാറ്റി ഉഷാറായിട്ട് ഇവിടെയൊക്കെ നടക്കുന്നുണ്ട്. അങ്ങനെ ഓരോരുത്തരും ഓരോരോ പണിയിലാണ്. സംഭവം എന്താണെന്ന് വെച്ചാൽ വൈകുന്നേരം ആകുമ്പോഴേക്കും ഓഡിറ്റോറിയത്തിൽ പോവാണ്ട്. ഇന്ന് രാത്രി അവിടെ ചെറിയൊരു ഫംഗ്ഷനൊക്കെ ഉണ്ട്. കല്യാണപ്പെണ്ണ് രാത്രിയിൽ ഓഡിറ്റോറിയത്തിലേക്ക് വരും. ഒരു കുറേ ദൂരമാണ് പെണ്ണിൻ്റെ വീട്. അപ്പോൾ പെണ്ണ് ഇന്ന് രാത്രി ഓഡിറ്റോറിയത്തിലേക്ക് വരും. അപ്പോൾ അതൊക്കെ കാണാൻ വേണ്ടിയിട്ട് ഞങ്ങൾക്കിന്ന് വൈകുന്നേരം പോകണം. വൈകുന്നേരം ഓഡിറ്റോറിയത്തിലാണ് ഫുഡ് ഉള്ളത്. അപ്പോൾ ഉച്ചയ്ക്ക് ഒരു നേരത്തെ ഫുഡ് മാത്രമേ ഇവിടെ ഉള്ളൂ കേട്ടോ. അതുകൊണ്ട് ആ ഒരു കണക്കാക്കിയിട്ടാണ് ചോറും കറിയൊക്കെ ഉണ്ടാക്കുന്നത്. പിന്നെ അവൾ ഓരോരുത്തരെ കഴിയുന്നതിനനുസരിച്ച് ഓരോരുത്തർ വറക്കാൻ നിൽക്കുന്നുണ്ട് കേട്ടോ. അപ്പം അവൾക്ക് കൈ കുഴഞ്ഞപ്പോൾ ഞാനൊന്ന് വറക്കാമെന്ന് പറഞ്ഞിട്ട് ഞാനും തേങ്ങ വറക്കാൻ നിൽക്കുകയാണ്. അങ്ങനെ എല്ലാവരും കൈപ്പുണ്യം കൂടി ആയിക്കോട്ടെ സാമ്പാറിനെന്ന് വിചാരിച്ച് അങ്ങനെ ഞാനും കുറച്ച് നേരമൊക്കെ ഒന്ന് വറുത്തെടുക്കട്ടെ. അല്ലാഞ്ഞാൽ ഒരാൾ തന്നെ അത് ചെയ്തുകൊണ്ട് നിൽക്കുമ്പോൾ ആൾക്ക് നല്ല കൈവേദന വരില്ലേ. കുറേ തേങ്ങയുണ്ട്, 2 ട്രിപ്പായിട്ട് ഉണ്ടാക്കിയാലും തേങ്ങ കഴിയൂല. അപ്പം വറുത്തരയ്ക്കണ്ടേ. അപ്പോൾ അതൊക്കെ പണിയൊക്കെ ഏകദേശം കഴിഞ്ഞ് തുടങ്ങിയിട്ടോ. ഞാനൊക്കെ പോയി അതിൻ്റെ ഇടയിൽ ഒരു ഉറങ്ങി. സാമ്പാർ റെഡിയായി, ചോറ്, ഉപ്പേരി, സാമ്പാർ ഒക്കെ സെറ്റായി മേശമ്മൽ കൊണ്ടുവച്ചിന്. ഞാൻ ഓരോരുത്തർക്കും തിന്നാനുള്ളത് തിന്നാട്ടോ. അപ്പോൾ എല്ലാവരും കുറച്ച് കഴിഞ്ഞപ്പോൾ എല്ലാവരും ചോറ് തിന്നലും കാര്യങ്ങളൊക്കെ കഴിഞ്ഞിട്ട് ഞാനൊക്കെ ചോറിന്ന്. എന്നിട്ട് ഇവിടെ പിന്നെ അടുത്ത ട്രിപ്പ് മൈലാഞ്ചി ഇടലായി നന്ദുമോൾക്ക് ഇട്ട് കൊടുക്കുകയാണ് കേട്ടോ. നന്ദുമോൾക്ക് കന്നഡയിൽ അവന്തിക എന്ന് മാത്രം എഴുതിയാൽ മതി എന്നുള്ള ഒരു ഇഷ്ടത്തിലാട്ടോ അവൾ പോയിട്ട് എടുക്കുന്നത്. അതിൻ്റെ ഇടയിൽ നമ്മളെ ദിവ്യ പോയിട്ട് കർമൂസ ഉണ്ടായിട്ടോ ഇവിടെ, നല്ല പഴുത്ത കർമൂസ. അപ്പോൾ ഓൾ ക്യാമറ കണ്ടപ്പോൾ മുഖം പൊത്തുകയാണ് കേട്ടോ. കർമൂസ എല്ലാവർക്കും കൊടുക്കണം. പക്ഷേ ഇൻസ്റ്റാഗ്രാമിലൊക്കെ നല്ലോണം വീഡിയോ ചെയ്തിട്ട് ആൾ യൂട്യൂബിൽ മുഖം കാണിക്കാൻ മടി. പിന്നെ ലാസ്റ്റ് ഞാൻ പറഞ്ഞ് ഇതാ മുഖമൊക്കെ കാണിക്കുന്നുണ്ട് കേട്ടോ. അങ്ങനെ ഓൾ എല്ലാവർക്കും ആ കർമൂസൊക്കെ ചെത്തി കൊണ്ടുപോകുന്നു. അപ്പോൾ ഞങ്ങളെല്ലാവരും തിന്നുകയാണ് കേട്ടോ. സംഭവം ഓരോ കഷ്ണമായിട്ട് എടുക്കുന്നുണ്ട്. ഓൾക്ക് എവിടെ ചെന്നാലും ഇങ്ങനെയൊക്കെ ഉണ്ടെങ്കിൽ നല്ല രസമാട്ടോ. എല്ലാവർക്കും തിന്നാൻ കൊടുക്കാനൊക്കെ ഭയങ്കര ഇഷ്ടമാണ്. അപ്പോൾ ഓൾ വേഗം ആ പണിയിലേക്കൊക്കെ അങ്ങോട്ട് നിന്ന് ഞങ്ങൾ ചോറ് കഴിഞ്ഞപ്പോൾ ഒന്ന് റെസ്റ്റ് എടുക്കാനും നിന്ന് കേട്ടോ. അപ്പോൾ ഇത് കഴിഞ്ഞ് ഇനി വൈകുന്നേരം അങ്ങോട്ട് പോകാൻ വേണ്ടിയിട്ടൊക്കെ റെഡി ആവാനൊക്കെ ഉണ്ട്. അപ്പോൾ എനിക്ക് എൻ്റേതായ ശൈലിയിൽ ഞാനും മൈലാഞ്ചിയൊക്കെ ഇട്ടണം കേട്ടോ. എനിക്ക് മൈലാഞ്ചി ഇടാനൊന്നും അറിയില്ല, എന്നാലും എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് മൈലാഞ്ചി ഇടുന്നത്. അപ്പോൾ മക്കളൊക്കെ ഭയങ്കര ഹാപ്പി വീഡിയോ എടുക്കുന്നുണ്ട് കേട്ടോ. അപ്പോൾ എല്ലാവർക്കും ഭയങ്കര ഇഷ്ടമായിരുന്നു സംഭവം. വ്ളോഗ് ചെയ്യാന്നൊക്കെ പറഞ്ഞാൽ അവർക്ക് ഭയങ്കര ഇഷ്ടമാണ്. അപ്പോൾ ഞാൻ പറഞ്ഞ നല്ല ടീംസാണ്, എന്തായാലും ആർക്കും ഇഷ്ടക്കേടൊന്നും ഇല്ലല്ലോ എന്ന് പറഞ്ഞിട്ട്
എല്ലാവരും വീഡിയോക്കൊക്കെ നിന്ന് അപ്പോൾ ഞാൻ എൻ്റേതായ ശൈലിയിലിട്ട കണ്ടോ, എനിക്ക് മൈലാഞ്ചി ഇടാനൊന്നും അറിയില്ല കേട്ടോ സത്യമായിട്ടും. അപ്പോൾ നന്ദുമോൾ പറഞ്ഞാൽ ഒരു ലൈസ് വേണം, അടുത്താണെങ്കിൽ ഇഷ്ടംപോലെ പീടികളുണ്ട് കേട്ടോ, ചെറിയ ചെറിയ പീടികളുണ്ട്. അപ്പോൾ ഒരു ലൈസ് വാങ്ങാൻ വേണ്ടിയിട്ട് പോയതാട്ടോ ആൾ. എല്ലാവരും കണ്ണും വെട്ടിച്ച് പോയതാണ് ഒറ്റയ്ക്ക് തിന്നാനായിട്ട്. കാരണം എല്ലാവരും ഓരോ ലൈസും കാര്യങ്ങളും വാങ്ങി തിന്നണ്ടപ്പോൾ അവൾക്ക് ഭയങ്കരമായിട്ട് ഒരു ആഗ്രഹം. സ്കൂളിൽ ട്യൂഷനൊക്കെ കഴിഞ്ഞ് വിട്ട് വരുമ്പോൾ ഓരോ ലൈസൊക്കെ ആയിട്ട് ആൾ വരുന്നതാണ്. അപ്പോൾ ഞങ്ങളങ്ങനെ ഓൾക്കൊരു ലൈസൊക്കെ വാങ്ങാൻ പോയി. പിന്നെയും വൈകുന്നേരം ആയപ്പോൾ അവിടേക്ക് ഒന്ന് നടക്കാൻ വേണ്ടിയിട്ട് പോയതാണ്. ഇനിയിപ്പോൾ ഓഡിറ്റോറിയത്തിലേക്ക് പോകാൻ വേണ്ടി എല്ലാവരും ഡ്രസ്സൊക്കെ മാറ്റണം എന്നൊക്കെ പറഞ്ഞപ്പോഴേ അതിനൊക്കെ വേണ്ടിയിട്ട് ഓരോരുത്തരായിട്ട് ഇങ്ങനെ ഇറങ്ങുകയാണ്. അപ്പോൾ ഇനി കുറച്ച് സമയം കഴിഞ്ഞാൽ ഞങ്ങളെല്ലാവരും ഓഡിറ്റോറിയത്തിലേക്കൊക്കെ പോകും കേട്ടോ. അപ്പം നാളെ അതൊക്കെ വീഡിയോ ആയിട്ട് കാണാം. അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇത്രയേ ഉള്ളൂ. എല്ലാവർക്കും ബൈ.